കാർഷിക വാർത്തകളിലേക്ക്. തിരുവനന്തപുരം തിരുവല്ലം ഇടയാർ ഇരുമ്പ് പാലം അപകട ഭീഷണി നേരിടാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ ഏറെയായി. ഏത് നിമിഷവും തകർന്നു വീഴാമെന്ന അവസ്ഥയിലാണ് ഈ പാലം. നിരവധി തവണ പരാതിപ്പെട്ടിട്ടും നടപടി എടുക്കുന്നില്ല എന്നാണ് പ്രദേശവാസികളുടെ ആക്ഷേപം. തിരുവല്ലം ഇരുമ്പ് പാലം അപകട ഭീഷണിയിൽ. 2006 സ്ഥാപിച്ച ഇരുമ്പ് പാലം കാലപ്പഴക്കം കാരണം ഏതു നിമിഷവും തകർന്നു വീഴാവുന്ന സ്ഥിതിയിലാണ്. അപ്പോൾ ഈ പാലത്തിൻ്റെ അവസ്ഥ ഇപ്പം വളരെ ദുരിതാവസ്ഥയിലാണ്. അതിനെ സംബന്ധിച്ച് ഞാൻ 2023 കൗൺസിൽ നിലയിൽ 23 മേയർക്ക് ലെറ്റർ കൊടുത്തു. ഈ പാലം ഇങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുകയാണ്. ആൾക്കാർ പരാതി പറയുന്നുണ്ട്. അത് ഈ പാലത്തിൽ വാഹനങ്ങൾ പോകുമ്പോൾ പാലം ഉലയുന്നതായിട്ട് പറയുന്നതൊക്കെ ആൾക്കാർ പറഞ്ഞ പ്രകാരം മേയറെ പോയി കണ്ടു, ഡെപ്യൂട്ടി മേയറെ പോയി കണ്ടു, ചെയർമാനെ കണ്ടു, സംസാരിച്ച് ഇത്രയും ഉണ്ട്, അത് കൗൺസിൽ അനുവദിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ 1.5 കൊല്ലം കഴിഞ്ഞിട്ട് പോലും ഇതിന് പാലത്തിന് ഈ അവസ്ഥയിലായി കിടക്കുകയാണ്. ഒരു നടപടി ഇതുവരെ എടുത്തിട്ടില്ല. 350ഓളം വരുന്ന കുടുംബങ്ങൾ താമസിക്കുന്ന ഇടയാർ ദ്വീപിലേക്കുള്ള ജനങ്ങളുടെ ഏക സഞ്ചാരമാർഗമാണിത്. വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത ഇരുമ്പ് പാലമാണ് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. കാലപ്പഴക്കത്താൽ പാലത്തിന്റെ പ്രതലത്തിലുള്ള ഇരുമ്പ് ഷീറ്റുകൾ ഉൾപ്പെടെ ദ്രവിച്ചത് കാരണം ഇതുവഴി യാത്ര ചെയ്യുക, ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീണ് അപകടമുണ്ടാവുന്നത് നിത്യസംഭവമാണ്. ഈ കുറേ വർഷം കൊണ്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. വെള്ളക്കെട്ടിൽ വിരുന്നു ആളുകൾ വിരുന്നാണ് പോകുന്നത്. വെള്ളത്തിൽ നനഞ്ഞ് തുണികൾ നനച്ച് വരി പൊടി മക്കൾ വരെ വിരുന്ന് പോകണം. അപ്പം ഈ പാലം ഇവിടെ ആരും ഒന്നും നോക്കിയില്ല. ഇത് ഇങ്ങനെ തന്നെ കിടക്കുന്നത് വർഷങ്ങളോളമായി. നമ്മൾ വലിയൊരു വിരുന്നാലും കുഴപ്പമില്ല. വണ്ടിയും കൊണ്ട് പോകണം, ബൈക്കിൽ പോകണം പയ്യന്മാർ അത്രയും വിജയമാണ് ചെയ്യുന്നത്. വെള്ളത്തിൽ കൊച്ചുങ്ങൾക്കൊക്കെ പോകാൻ ഇത്തിരി ബുദ്ധിമുട്ട്. വലിയൊരു വിരുന്നാണ് പോണത്. പൊടി മക്കൾ അതിൻ്റെ അപ്പുറം നടന്നിങ്ങനെ പോകും. എന്നാൽ 4 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ ഇടയാർ ദ്വീപ് തലസ്ഥാന നഗരിയിൽ തിരുവല്ലത്താണ്. 3 വശങ്ങളിലായി പാർവതി പുത്തനാർ, കരമനയാർ എന്നിവയാൽ ചുറ്റപ്പെട്ട ഇടയാറിന്റെ ഒരു വശത്ത് കടലാണ്. ചുറ്റി സഞ്ചരിക്കാൻ ഏകദേശം 3 കിലോമീറ്ററും 1.5 കിലോമീറ്റർ നീളവുമുള്ളതാണ് ഇടയാർ ദ്വീപ്. ഇവിടേക്കുള്ള ഏക സഞ്ചാരമാർഗമാണ് നിലവിലെ ഇരുമ്പ് പാലം. ഇവിടുത്തെ നിവാസികൾ പതിറ്റാണ്ടുകളായി ആവശ്യപ്പെടുന്നതാണ് ഗതാഗത യോഗ്യമായ വലിയ പാലം. അപ്രോച്ച് റോഡ് ഉൾപ്പെടെയുള്ള വലിയ കോൺക്രീറ്റ് പാലമാണ് ദ്വീപ് നിവാസികൾ ആവശ്യപ്പെടുന്നത്. ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ മോശമാണ്. ഈ പാലത്തിൻ്റെ ഗ്രിപ്പൊക്കെ നശിച്ചു. ഇപ്പം കഴിഞ്ഞ മഴയിൽ ഇവിടെ 2-3 സ്ത്രീകൾ അവർ സ്കൂട്ടർ യാത്ര ചെയ്ത സമയത്ത് ആ ഗ്രിപ്പില്ലാത്തത് കൊണ്ട് തന്നെ ഈ മഴവെള്ളം വീണ സമയത്ത് ഇത് തെന്നി വരെ വണ്ടി മറിയുന്നുണ്ട്. ഒരു അമ്മയുടെ കൈ എല്ല് പൊട്ടിയിട്ടുണ്ട്. കുട്ടികൾ നടന്നു പോകുമ്പോഴത്തേക്കും കുട്ടികൾ ചിറകി വീഴുന്നുണ്ട്. ഇവിടെ നാട്ടിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഒരുപാട് പ്രതിഷേധ സമര പരിപാടികളെല്ലാം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതാ നമ്മുടെ മേയർ എന്താണിത് ഇങ്ങനെ ഒരു നിരുത്തരവാദപരമായി ഈ ജനങ്ങളോട് പെരുമാറണമെന്ന് അറിയത്തില്ല. മന്ത്രിയായ ശിവൻകുട്ടിയുടെ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ഇടയാർ നിവാസികൾ വർഷങ്ങളായി ആവശ്യപ്പെടുന്നത് പുതിയ ഒരു കോൺക്രീറ്റ് പാലമാണ്. ഇനിയും അത് യാഥാർത്ഥ്യമായിട്ടില്ല. ജനം, തിരുവനന്തപുരം.